നമ്മൾ ആഗമനകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലാണ്. നമ്മൾ ഇവിടെ ലാറ്റിൻ ക്രമമനുസരിച്ചുള്ള ഒരു ചെറിയൊരു രീതിയാണ് ആഡ്വൻ റീത്ത്. അതിൽ 5 തിരികൾ നിങ്ങൾ കാണുന്നില്ലേ? അതിൽ 2 തിരികൾ ഓൾറെഡി കത്തിച്ചു കഴിഞ്ഞ് 2 ആഴ്ചത്തെ അനുസ്മരിക്കുന്ന. ഇന്ന് മൂന്നാമത്തെ ഞായറാഴ്ച റോസ് തിരിയാണ്. കാരണം ഈ സൺഡേ പറയുന്നത് സന്തോഷത്തിൻ്റെ ഞായറെന്ന്, ഗൗദാത്തെ സൺഡേ എന്നാണ് പറയുക. ജോയ്. ഇത് ഷെപ്പേഡ്സ് കാൻഡിൽ എന്നാണ് ഈ തിരിയെ പറയുക. ഒന്നാമത്തെ ഞായറാഴ്ച പ്രത്യാശയുടെ തിരി കത്തിച്ചു, 2ാമത്തെ ഞായറാഴ്ച സമാധാനത്തിൻ്റെ തിരി കത്തിച്ചു, 3ാമത്തെ ഞായറാഴ്ച നമ്മൾ സന്തോഷത്തിൻ്റെ തിരി കത്തിക്കുന്നു, അടുത്ത ഞായറാഴ്ച നമ്മൾ അത് സ്നേഹത്തിൻ്റെ തിരി. ഇത് നമ്മളിങ്ങനെ ഓരോ തിരി കത്തിച്ചും നമ്മൾ ഒരുങ്ങുകയാണ്. ഗൗദാത്തെ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സന്തോഷത്തിൻ്റെ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ പിറവിയോട് കൂടുതൽ അടുത്ത് വരിക, വളരെ ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. 9 ദിവസം നവനാൾ, അത് 17-ാം തീയതിയാണ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സന്തോഷത്തിൻ്റെ തിരി കത്തിച്ചുകൊണ്ട് നമുക്ക് ഈ ആഗമനകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയ
കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷം വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന അങ്ങ് ജനത്തെ കാണുന്ന ദൈവമേ, ഇത്ര മഹത്തായ രക്ഷയുടെ സന്തോഷത്തിലെത്തിച്ചേരാനും അതിന് സമുന്നതമായ ആരാധനയാലും സവിശേഷമായ ആഹ്ലാദത്താലും എന്നും ആഘോഷിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും, മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോമിൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങൾ ശക്തിപ്പെടുകയും ബലഹീനമായ കാൽമുട്ടുകൾ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെടുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. കർത്താവിനെ വീണ്ടെടുക്കപ്പെട്ടവൻ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവൻ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും, ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. രക്ഷിക്കാൻ വരണമേ. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. കർത്താവ് അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ. ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാദിക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ പോലെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാർ അയച്ചവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. അവർ പോയതിന് ശേഷം യേശു ജനക്കൂട്ടത്തോട് യോഹന്നാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്തുലയുന്ന ഞങ്ങണയോ? അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണ് ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെ കാണാനോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതാ, നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ മുൻപേ പോയി നിനക്ക് വഴിയൊരുക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ആഗമനകാലത്തിൻ്റെ ഈ മൂന്നാമത്തെ വാരത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹവും അഭിഷേകവും നിങ്ങൾക്ക് ആശംസിക്കുക. സ്നാപയോഹന്നാന് സംശയമുണ്ടോ? കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവിടെ വന്ന് പ്രസംഗിക്കുന്നത്, രോഗികളെ സുഖപ്പെടുത്തുന്നത് അത് ഈശോയാണെന്ന് സംശയമുണ്ടോ? സംശയമുണ്ടാകാൻ സാധ്യതയുണ്ടോ? യഥാർത്ഥത്തിൽ സംശയമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. അങ്ങനെ ഒരാൾക്ക് ഈശോ വന്നത് അത് മനസ്സിലാകും. പിന്നെ എന്തിനായിരിക്കാം തൻ്റെ ശിഷ്യന്മാരെ അത് ഈശോയാണ് എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്? അത് യഥാർത്ഥത്തിൽ സ്നാപയോഹന്നാൻ്റെ ഒരു രീതിയാണ്. ഇപ്പം മത്തായിയുടെ സുവിശേഷമാണ് നമ്മളത് വായിച്ചു കേൾക്കുന്നത്, 11-ാം അധ്യായം. അതിൽ അങ്ങനെ ശിഷ്യന്മാരെ അയക്കുക. വരാനിരിക്കുന്ന നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിക്കാൻ വേണ്ടി ശിഷ്യന്മാരെ അയച്ചു. അത് യഥാർത്ഥത്തിൽ ശിഷ്യന്മാർക്കുള്ളൊരു അവസരമാണ്. ഈശോയെ പോയി ഒന്ന് കണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 35-36 വാക്യത്തിലൊക്കെ സ്നാപയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് കൂടെ നിൽക്കുമ്പോൾ, 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ, ഈശോ പോകുന്നത് കാണുമ്പോൾ സ്നാപയോഹന്നാൻ ഒരൊറ്റ വാക്ക് പറയും, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം ആ 2 പേര് ഈശോയുടെ പുറകെ പോയി. അതിലൊന്ന് അന്ത്രയോസാണ്. അങ്ങനെ അന്ത്രയോസ് പോയി ഈശോയെ കണ്ട് അനുഭവിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പത്രോസിനെയും കൂട്ടിക്കൊണ്ടുപോയി ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. അതാണ്. അപ്പോൾ അങ്ങനൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടായിരിക്കാം. എന്തിനാണ് നമ്മൾ പള്ളിയിലൊക്കെ വരുന്നത്, പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? പള്ളിപ്പോ മക്കളെ എന്ന് വിടുന്നത് എന്തിനാ? അതൊരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ്, ദൈവാനുഗ്രഹത്തിന് വേണ്ടിയും ദൈവാനുഭവത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടായിരിക്കാം സ്നാപയോഹന്നാൻ നിങ്ങൾ പോയി നോക്കിയിട്ട് വാ, അത് ഈശോയാണെന്ന് നോക്കിയിട്ട് വാ. സ്നാപയോഹന്നാന് സംശയമില്ല. പക്ഷെ പോകുന്ന ഇത് കാര്യം അന്വേഷിക്കുന്ന അത് നടക്കും. ഈ പോകുന്നവർക്കൊരു അനുഭവമാവും. അതിനു വേണ്ടിയിട്ടാണ് സ്നാപയോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ചത്. ഇനിയും ഈശോ പറയുന്നത് നോക്കിക്കാം. ഈശോ പറയുന്നത്,
യേശു പറഞ്ഞു, 4-ാമത്തെ വചനമാണ്, മത്തായി 11:4. യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാൻ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇത് പോയിട്ട് പറയാൻ. അപ്പം ഈശോയ്ക്കും അറിയാം സ്നാപക യോഹന്നാൻ തൻ്റെ വഴിയൊരുക്കാൻ വന്നവനാണ്, അവനെല്ലാം അറിയാം എന്ന് ഈശോയ്ക്കറിയാം. കാരണം മാതാവ് ഉദരത്തിൽ ഈശോയുമായിട്ട് പോയപ്പോൾ മാതാവിൻ്റെ അഭിവാദനം കേട്ട് എലിസബത്തിൻ്റെ ഉദരത്തിൽ കുതിച്ചു ചാടിയവനാണ് സ്നാപക യോഹന്നാൻ. അത് ലൂക്ക 1:41. ലൂക്ക 1:15 ആ പ്രവചനമുണ്ട്, അവൻ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയും. അങ്ങനെ ഉദരത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായി. എലിസബത്ത് അത് വിളിച്ചു പറഞ്ഞ സംഭവമാണ്. അപ്പം അത് ഈശോ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകനേക്കാൾ വലിയവൻ ഇല്ല. അപ്പോൾ ഈശോയ്ക്കറിയാം. അപ്പോൾ ഈശോ എന്താ ചെയ്തത്? ഈശോയുടെ അടുക്കൽ വന്ന സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരെ പ്രേക്ഷിതരാക്കി വിട്ടതാ. പോയി പറയൂ, നീ പള്ളി വന്നാൽ മാത്രം പോരാ, നിന്റെ അപ്പനും അമ്മയും നിന്നോട് പള്ളി പോ എന്ന് പറഞ്ഞ് പള്ളി വിട്ടിട്ട് ഇവനിവിടെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, നീ ഒരു പ്രേക്ഷിതനാകണം. ഇവിടെ കണ്ടതും നീ അനുഭവിച്ചതും നീ പറയണം. നിന്റെ വിശ്വാസ സമൂഹത്തോട് നീ പറയണം, മാതൃക കാണിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കാം ഈശോ അങ്ങനെ ചെയ്തത്. ഇനി ഇതൊന്നും സ്വീകരിക്കാതെ അവിടെ കാഴ്ച കണ്ട് നിന്നവർ അവർ പോയി അങ്ങനെ നോക്കി എന്നിട്ട് പോന്നു. കുറേ പേര് മാമോദീസ സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ ഫരിസേയർ നിയമജ്ഞരും മാമോദീസ ഒന്നും സ്വീകരിച്ചില്ല. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 29-30 വാക്യത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദൈവജനം, സാമാന്യ ജനം, അവർ ദൈവനീതിയെ പ്രഘോഷിച്ചു. കാരണം അവർ മാമോദീസ സ്വീകരിച്ചു, എന്നാൽ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു സ്നാപക യോഹന്നാന്റെ മാമോദീസ സ്വീകരിക്കാതെ. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങൾ മാമോദീസ സ്വീകരിക്കാഞ്ഞത്? അപ്പം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അപ്പം നീ എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഈശോ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ മാമോദീസ സ്വീകരിക്കാഞ്ഞത്? അല്ലെങ്കിൽ യോഹന്നാന്റെ മാമോദീസ അതെവിടെ നിന്നാണ്? അത് സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അപ്പം അവർ സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്തുകൊണ്ടാണ് സ്വീകരിക്കാഞ്ഞതൊരു ചോദ്യം വരും. അപ്പം പിന്നെ അത് മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപക യോഹന്നാനെ ആളുകൾ പ്രവാചകനായി കരുതിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെ ഭയന്നിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയും. അതൊരു ഡിപ്ലോമാറ്റിക് മറുപടിയാണ്, അതൊരു തന്ത്രപൂർവ്വം മറുപടിയാണ്, രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത് അവർ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നും സ്വീകരിച്ചില്ല, ഒന്നും അത് ഉൾക്കൊണ്ടില്ല. നമ്മളും ചിലപ്പോൾ അങ്ങനെ ഒരു കെണിയിൽപ്പെടാം. പള്ളി വന്നിരിക്കും, പക്ഷെ ഒന്നും സ്വീകരിക്കില്ല. കത്തോലിക്ക മാമോദീസയൊക്കെ സ്വീകരിച്ച് കൂദാശകളൊക്കെ സ്വീകരിച്ച് പരിപോഷിപ്പിക്കപ്പെട്ടു, പക്ഷേ ഒരനുഭവം ഉണ്ടാകാത്ത വിധത്തിലുള്ള ജീവിതശൈലിയായിരിക്കാം. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? കാറ്റത്തൊളിയുന്ന ഞാങ്ങണയോ? ഇതൊരു പ്രതീകമാണ്, ഞാങ്ങണ. ഇനി രണ്ടാമത്തേത് മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവനെയോ? അപ്പോൾ ഒട്ടകരോമം ധരിച്ച് നിൽക്കുന്നവനെയാണ് കാണുന്നത്. അപ്പം മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവൻ, ഇങ്ങനെ സോഫ്റ്റ്, വളരെ ആഡംബരപൂർവമായ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നവരും അവർ കൊട്ടാരങ്ങളിലല്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് കാണാനാണ് പോയത്? ഇത് അപ്പം ഈ ഞാങ്ങണ നമ്മളൊന്ന് ധ്യാനിക്കുന്ന നല്ലതാണ്. ഞാങ്ങണ എന്താണെന്ന് അറിയാമോ? അത് ഇംഗ്ലീഷിൽ റീഡ്, REED, റീഡ്. അത് ഇങ്ങനെ പാടത്തൊക്കെ വയലിലൊക്കെ കാണുന്ന ചില പുല്ലുകളെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിൻ്റെ ഉള്ളിൽ പുൽനാമ്പുകളിൽ അതിൻ്റെ ഉള്ളിൽ പൊള്ളയായിരിക്കും. അതുകൊണ്ട് ശക്തമായൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. ഞാങ്ങണ കാറ്റത്തൊടിഞ്ഞു പോകുന്നതാണ്. അപ്പം ഉള്ളു പൊള്ളയായിട്ടുള്ളത്. സ്നാപക യോഹന്നാൻ ഞാങ്ങണയല്ല, ഒടിഞ്ഞു പോകുന്നവനല്ല, ഒരു പ്രലോഭനത്തിൽ വീഴുന്നവനല്ല, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നവനല്ല, അവിശുദ്ധിക്കെതിരായ ഒരു കാറ്റ് വീശിയാൽ അങ്ങനെ വീണു പോകുന്നവനല്ല, അവിശ്വസ്തതയുടെ കാറ്റ് വീശിയാൽ വീണു പോകുന്നവനല്ല, പ്രലോഭനങ്ങളിൽ വീണു പോകുന്നവനല്ല, പീഡാസഹനങ്ങളിൽ വീണു പോകുന്നവനല്ല. ശിരസ് ഛേദിക്കപ്പെട്ടല്ലേ? അങ്ങനെ ഹെറോദസ് രാജാവിൻ്റെ മുമ്പിൽ നീ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാൻ അങ്ങനെ തലകുനിക്കാത്തവൻ, നടുവ് വളക്കാത്തവൻ, ധൈര്യമുള്ളവൻ. അതാണ്. ഞാങ്ങണ പോലെ ഒടിഞ്ഞു പോകുന്നവനല്ല. നിങ്ങൾ പോയാൽ ഞാങ്ങണ പോലെ ഒടിഞ്ഞു പോകുന്നവനെ കാണാൻ പറ്റില്ല. നട്ടല്ലുയർത്തി നല്ല ഉറപ്പോടെ ബോധ്യമുള്ള അങ്ങനെ നിന്ന് മാമോദീസ കൊടുത്ത് ഈശോയുടെ വരവിന് വേണ്ടി ദൈവരാജ്യത്തെ പ്രഘോഷിക്കുന്ന ഒരുത്തനെ നിങ്ങൾ കാണും.
അതാണ് അങ്ങനെ. അപ്പോൾ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മൾ ഞങ്ങളെ പോലെയാണോ? ഒടിഞ്ഞു പോകുന്നുണ്ടോ? പ്രതികൂല സാഹചര്യങ്ങൾ ഒടിഞ്ഞു വീഴുന്നുണ്ടോ? അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. പത്രോസ്, നമ്മുടെ ശിഷ്യന്മാരൊക്കെ, ഈശോയുടെ മാതാപിതാക്കൾ, യൗസേപ്പ് പിതാവും മാതാവും, അവർ തിരുക്കുടുംബത്തിലെ അംഗങ്ങൾ, അവർ ഈശോയെ പൊന്നുപോലെ സ്വീകരിച്ചവരിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് അവരാണ്. പിന്നെ സ്നാപയോഹന്നാൻ വരുന്നുണ്ട്. സ്നാപയോഹന്നാൻ തിരുക്കുടുംബത്തിന് പുറത്തുള്ള, അതുപോലെ ആട്ടടയർ, പൂജരാജാക്കന്മാരും, ഇവരൊക്കെ ഒന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഇന്ന് ഷെപ്പേർഡ്സ് കാൻഡിലാണ് നമ്മൾ കത്തിച്ചത്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങൾ അറിയിക്കുന്നു. മാലാഖ വന്നിട്ട് ആട്ടിടയർക്കാണ് ആ ദൂത് പറഞ്ഞു കൊടുത്തത്. സന്തോഷത്തിൻ്റെ തിരി ആട്ടിടയരുടെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ കാറ്റത്തൊടിഞ്ഞ് പോകാത്ത അവസ്ഥ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ സ്നാപയോഹന്നാൻ ഞങ്ങളെ പോലെ ഒടിഞ്ഞു പോകുന്നവനല്ല, നല്ല ബോധ്യമുള്ള നല്ലൊരു വിശ്വാസിയാണ്. നിനക്കങ്ങനെ ആകാൻ പറ്റുമോ? കാറ്റത്തൊടിഞ്ഞു പോകുന്നവനാണോ? നിനക്ക് പ്രതികൂല സാഹചര്യം വരുമ്പോൾ നീ പ്രാർത്ഥന നിർത്തുന്നവനാണോ? നീ കർത്താവിനെ നിന്റെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നയാളാണോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആവശ്യമുള്ളപ്പം നീ കർത്താവിനെ വിളിക്കും. അങ്ങനെ നീ ചാഞ്ചാടി നിൽക്കുന്ന ഒരു കാറ്റത്തുലയുന്ന ഞങ്ങളെ പോലെയാണോ? പത്രോസൊക്കെ, ഈശോയുടെ ശിഷ്യന്മാരൊക്കെ, അവരൊക്കെ എത്ര സുന്ദരമായിട്ടാണ് പലതവണ ഒടിഞ്ഞു പോയിട്ടുള്ളത്. ഞാങ്ങണയാണെന്ന് പലതവണ പത്രോസ് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് മീതെ നടക്കാൻ അങ്ങനെ ഓവർ സ്മാർട്ട് കാണിച്ച്, കർത്താവേ ഞാനും കൂടി വെള്ളത്തിന് മീതെ വരട്ടെ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ താണുപോയവൻ. അതുപോലെ തന്നെ സാത്താനെ എന്ന് വിളി കേൾപ്പിച്ചവൻ. ഇനി ഗെത്സമൻ തോട്ടത്തിൽ കിടന്നുറങ്ങിയവൻ, പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോയപ്പോൾ കിടന്നുറങ്ങിയവൻ. ഇനി വെറും ഒരു സ്ത്രീയുടെ പരിചാരികയുടെ മുമ്പിൽ ഈശോയെ തള്ളിപ്പറഞ്ഞവൻ. കാറ്റത്തുലയുന്ന ഞാങ്ങണ. ഇനി മറ്റൊരു ശിഷ്യനാണ് യോഹന്നാൻ ഇങ്ങനെ വേറൊരുത്തൻ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ സൗഖ്യം കൊടുക്കുമ്പോഴും ഞാൻ അവനെ വിലക്കട്ടെ എന്ന് പറഞ്ഞവനാണ് യോഹന്നാൻ. ഇനി പറയുന്നത് കേട്ടില്ല, അപ്പോൾ പറയാണ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഞാൻ അവരെ ദഹിപ്പിക്കട്ടെ എന്ന്. പെട്ടെന്ന് ദേഷ്യത്തിൻ്റെ കാറ്റില് ഒടിഞ്ഞു പോകുന്ന നിലപാടുകൾ തകർന്നു പോകുന്ന കാറ്റത്തുലയുന്ന ഞങ്ങളെ പോലെയായിരുന്നു ബൈബിളിലെ ചില ശിഷ്യന്മാർ. അങ്ങനെയാണോ? കാറ്റത്തുലയുന്ന ഞങ്ങളെയാണോ? ബോധ്യങ്ങളുണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്നാപയോഹന്നാൻ യഥാർത്ഥത്തിൽ ആത്മാവിൽ നിറഞ്ഞത് കൊണ്ടായിരിക്കാം. ശിഷ്യന്മാരെന്തുകൊണ്ടാണ് പിന്നീട് നല്ല ബോധ്യമുള്ള കാറ്റത്തുലയുന്ന ഞങ്ങളായിരുന്ന പത്രോസ് പിന്നെ നട്ടല്ലു പടക്കാതെ, നടപടി പുസ്തകം 4:11-12 മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നല്ല നടുവ് നിവർത്തി അവന് പറയാൻ പറ്റിയത് അവന് പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അതാണ് അവരെ പിടിച്ചുയർത്തിയത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പമാവും. അപ്പം കാറ്റത്തുലയുന്ന ഞങ്ങളയാകാതെ കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നീ ഈശോയെ അറിഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് നിനക്കിനി പിന്നോട്ട് പോകാൻ പറ്റുകയില്ല. നീ കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി നിലകൊള്ളണം. നീ കർത്താവിൻ്റെ കാര്യത്തിൽ ചാഞ്ചാടി നിൽക്കാൻ പാടില്ല. ചാഞ്ചാടി നിൽക്കുന്നവരാണ് ആ വഴിയിലൂടെ പോകുമ്പോൾ ചരടും തൂവാനും താക്കോലുമായിട്ട് നിൽക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. നീ നിന്റെ നിലപാട് മാറ്റിപ്പറയും. ചില നേരങ്ങളിലെങ്കിലും കർത്താവാണ് ഏകരക്ഷകനെന്ന് പറയുന്നതിന് പകരം നീ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നീ പറയും. മറ്റുള്ളവരോട് നീ പറയും നീ കാറ്റത്തുലയുന്ന ഞാങ്ങണ. വിവാഹേതര ബന്ധങ്ങൾ പുലർത്തിയിട്ട് പറയും ഇപ്പോൾ സിവിൽ നിയമം അനുസരിച്ച് പരസ്പര സമ്മതത്തോടെ ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ. ഇത് കാറ്റത്തുലയുന്ന ഞാങ്ങണയാ. നിലപാടുകൾ മാറി ദൈവത്തിൻ്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ ജീവിത പങ്കാളിയോട് വാക്ക് പറഞ്ഞവൻ പിന്നെ വാക്ക് മാറ്റുന്നവൻ നിലപാടില്ലാത്തവനാണ്. അവൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒടിഞ്ഞും മറിഞ്ഞും ചാഞ്ഞും തിരിഞ്ഞും ഒക്കെ നിൽക്കുന്നവനാണ്. ഞാങ്ങണയാകാനാണ് വേണ്ടി ഞാങ്ങണ. ഇനി മൃദുല വസ്ത്രം, അത് നമ്മൾ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. മൃദുല വസ്ത്രധാരണം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ കൂദാശ സ്വീകരിക്കാൻ വരുമ്പോഴുള്ള വസ്ത്രധാരണം. കാരണം നമ്മളത് മാതൃക കൊടുക്കേണ്ട സ്ഥലമാണ് അല്ലെ? കുർബാന അർപ്പിക്കുന്ന സ്ഥലം, കുമ്പസാരിക്കുന്ന സ്ഥലം, പുറത്തൊക്കെ നടക്കുന്നത് പോലെ, സിനിമയ്ക്ക് പോകുന്നത് പോലെ, ബീച്ചിൽ പോകുന്നത് പോലെ നമ്മൾ ആഡംബരത്തിൽ വരേണ്ട സ്ഥലമല്ല ഇത്. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, എന്തുകൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ ക്രിസ്മസ് കോടിയൊക്കെ തയ്ക്കും അല്ലേ, പുതിയ ഉടുപ്പുകളൊക്കെ തയ്ക്കും. എന്നിട്ട് ഇതെല്ലാവരും കാണണ്ടേ? പുതിയ ഉടുപ്പാണെന്ന് എല്ലാവരും കാണിക്കണ്ടേ? എന്നാലല്ലേ സ്കാർഫ് ഷോളൊക്കെ ഇട്ട് എല്ലാവരും കാണുമോ? അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ഇവൻ മരുഭൂമിയിൽ ജീവിച്ചവൻ,
അവൻ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ? യഥാർത്ഥത്തിൽ ദൈവത്തെ കാണിച്ച പോരെ, ദൈവം കണ്ടാ പോരെ, ദൈവത്തെ കാണിച്ചവൻ. അതുകൊണ്ടാണ് ഹെറോദസ് പോലും ഇവനെ ഭയപ്പെട്ടിരുന്നു, ഭയപ്പെട്ട് സംരക്ഷണം നൽകി പോന്നിരുന്നു. കാരണം വിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു സ്നാപക യോഹന്നാൻ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കർത്താവിൻ്റെ പിറവിത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ സമയം നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പൂജരാജക്കന്മാരെടുത്താലും ആട്ടിടയരെടുത്താലും നിലപാടുകളുമുണ്ട്, ലാളിത്യമുണ്ട്. കർത്താവിൻ്റെ കാര്യത്തിൽ നിലപാടുകളും വേണം, ലാളിത്യവും വേണം. എന്തിന്? ക്രിസ്മസ് സമ്മാനം ലഭിക്കാൻ. ഇനി 2 ആഴ്ചയുണ്ട്. ക്രിസ്മസ് സമ്മാനം വേണം, നിലപാടുകൾ വേണം. കർത്താവിന് വേണ്ടി നിൽക്കൂ, കർത്താവിന് വേണ്ടി നിൽക്കൂ. നിലപാട് അറിയാൻ വേണ്ടിയിട്ടല്ലേ സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ അടുക്കലേക്ക് അയച്ചത്? ഈശോ അവരുടെ നിലപാട് അറിയാൻ വേണ്ടിയിട്ടല്ലേ അവരെ പ്രേക്ഷിതരാക്കി അയച്ചത്? അപ്പം നീ പള്ളി വരുന്നതും നിനക്ക് പ്രേക്ഷിതനാകാനായിട്ടുള്ള വിളിയുള്ളതും നിന്നെ ദൈവം പരീക്ഷിക്കുന്നതാ. ദുരാചാരങ്ങളുടെ മധ്യ, പ്രലോഭനങ്ങളുടെ മധ്യ, തെറ്റിൽ വീഴാനുള്ള സാധ്യതകളുടെ മധ്യ നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവം നോക്കുന്നുണ്ട്, നീ പരീക്ഷണത്തിൽ വിജയിക്കുമോ. ചുറ്റും നടന്നു പോകുമ്പോൾ ദുരാചാരം, ഇപ്പുറത്ത് വ്യഭിചാരം, അല്ലെങ്കിൽ കള്ളുകൂടി, ഇതെല്ലാം ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോകത്ത് നമ്മളിങ്ങനെ നടുക്കൂടി നടന്നു പോകുമ്പോൾ ദൈവം നോക്കുന്നുണ്ട്, നീ എന്ത് സ്വീകരിക്കും. നിലപാടുകളുള്ളവനെയും കർത്താവിന് മുമ്പിൽ എളിമയോടുകൂടി ലാളിത്യത്തോടുകൂടി നിൽക്കുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുക. നമുക്കതുകൊണ്ട് ഈ ആഗമന കാലത്തിന് മൂന്നാമത്തെ ആഴ്ച നമുക്ക് കർത്താവിന് വേണ്ടി നമ്മുടെ നിലപാടുകളെ നവീകരിക്കാം. നമ്മൾ മാമോദീസയിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ ഒക്കെ എടുത്തിട്ടുള്ള ദൈവത്തിൻ്റെ മുമ്പിലെടുത്ത വാക്കുകൾ, നിലപാടുകളെ നമുക്കത് നവീകരിക്കാം. ഇനിയും അങ്ങേ കാണണം, ഇനിയും അങ്ങേ കേൾക്കണം, ഇനിയും അങ്ങേ അറിയണം പ്രിയനേ യേശുവേ. ഇനിയും അങ്ങേ കാണണം, ഇനിയും അങ്ങേ കേൾക്കണം, ഇനിയും അങ്ങേ അറിയണം പ്രിയനേ യേശുവേ. ഉലകിൽ വേറാരും വേണ്ടായേ, ഉയിരേ വേറാരും ഇല്ലായേ. ഉലകിൽ വേറാരും വേണ്ടായേ, ഉയരേ വേറാരുമില്ലായേ. ഉയിരേകിയ യേശുവല്ലാതെ ഉയിരിൽ വേറാരുമില്ലായേ. ഇനിയും അങ്ങേ കാണണം, ഇനിയും അങ്ങേ കേൾക്കണം, ഇനിയും അങ്ങേ അറിയണം പ്രിയനേ യേശുവേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യം അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും
പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് നമുക്ക് ഭക്തിയോടെ പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മുടെ സ്തോത്ര കാഴ്ചകൾ കരങ്ങളിലെടുക്കാം, പ്രാർത്ഥനയോടുകൂടെ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു അംശം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ, ജോലിയില്ലാത്ത അവസ്ഥകളെ, കടബാധ്യതകളെ അങ്ങേറ്റെടുക്കണമേ. ഈ തീർത്ഥാടനം നടത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. 2 ആഴ്ചയ്ക്കുള്ളിൽ ക്രിസ്മസ് എന്ന തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ ഈശോയെ, അങ്ങയുടെ തിരുനാൾ, പിറവി തിരുനാളിൻ്റെ ഒരു സമ്മാനം ഞങ്ങൾക്ക് നൽകണമേ. നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ. വളരെയധികം വേദനയോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നിത്യവും ഞങ്ങളിതേകിടാം നിത്യ സൗഭാഗ്യം നൽകണേ. നേർവഴി കാട്ടുവാൻ ഞങ്ങളെ നിൻ പാദതാരിൽ നീ ചേർക്കണേ. നേർവഴി കാട്ടുവാൻ ഞങ്ങളെ നിൻ പാദതാരിൽ നീ ചേർക്കണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, നാമത്തിന് സ്തുതിക്കും. നമ്മളുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കാറാണ്. കർത്താവേ, ദിവ്യരഹസ്യത്താൽ സ്ഥാപിതമായവ പൂർത്തിയാക്കപ്പെടുന്നതിനും ഞങ്ങളിൽ അങ്ങ് രക്ഷ പ്രബലമാവിധം നിവർത്തിക്കപ്പെടുന്നതിനും വേണ്ടി ഞങ്ങളുടെ ആരാധന ബലി നിർവിഘ്നം അങ്ങേക്ക് അർപ്പിക്കപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രഥമാഗമനത്തിൽ അവിടുന്ന് എളിയ ശരീരപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് പൂർവീക പദ്ധതിയുടെ സംവിധാനം പൂർത്തീകരിക്കുകയും ഞങ്ങൾക്ക് നിത്യരക്ഷയുടെ മാർഗം തുറന്നു തരികയും ചെയ്തു. അങ്ങനെ അവിടുത്തെ പ്രാഭവത്തിൻ്റെ മഹത്വത്തിൽ രണ്ടാമതും എഴുന്നള്ളുമ്പോൾ ഞങ്ങളിപ്പോൾ ജാഗരൂകരായി കാത്തിരിക്കാൻ മുതിരുന്ന വാഗ്ദാനം അവസാനം പ്രത്യക്ഷത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആഖയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് കത്തോലിക്ക തിരുസഭയെ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ.
ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. തിന്മകളിൽ നിന്ന് മോചിതരായ ഞങ്ങളെ ഈ ദിവ്യമായ പോഷണദ്രവ്യങ്ങൾ ആസന്നമാകുന്ന തിരുനാളിന് ഒരുക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് കർത്താവിനെ നമുക്ക് സ്വതന്ത്രമായി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കാണുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് കാണുന്നുണ്ട്. സങ്കീർത്തനം 14 സങ്കീർത്തനം 53 സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് മനുഷ്യമക്കളെ നോക്കിക്കാണുന്നു. നട്ടല്ലു വളക്കാത്തവൻ, ദൈവത്തിന്റെ കാര്യത്തിൽ ഞങ്ങളെ പോലെ ഒടിയാത്തവൻ, അവരെയാണ് ദൈവം അനുഗ്രഹിക്കുക. കർത്താവിനെ വിളിക്കുന്ന കാര്യത്തിൽ പക്ഷം ചേരാത്തവൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാത്തവൻ, കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങാണ് ഏക രക്ഷകൻ, അങ്ങാണ് ഏക കർത്താവ്. ഞങ്ങളിതാ ഏറ്റു പറയുന്നു. നട്ടല് വളച്ച പത്രോസ് പിന്നീട് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. കർത്താവേ, ഞങ്ങളെ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെ ക്രിസ്മസ് സമ്മാനം നൽകി അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളിൽ മക്കളെ നൽകണമേ. കടബാധ്യതയുള്ള കുടുംബങ്ങളിൽ അവരുടെ ഭാരം അങ്ങ് ലഘൂകരിച്ചു കൊടുക്കണമേ. ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമേ. മദ്യപാനാസക്തിയുള്ളവരുടെ മദ്യപാനാസക്തി എടുത്തു മാറ്റണമേ. വിവാഹേതര ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്നവരെ ആ കെണിയിൽ നിന്ന് രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികളെ സുഖപ്പെടുത്തണമേ. കൂടെ കൂടെ വരുന്ന അപകടങ്ങൾ വഴിമാറിപ്പോകട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. എന്നില്ലാത്തൊരു ആനന്ദം നിറയട്ടെ. സ്വർഗീയമായ സന്തോഷം ഈ ഗൗദാത്തെ സൺഡേ ദിവസം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാനെ പോലെ, സ്നാപയോഹന്നാനെ പോലെ നട്ടല് വളക്കാതെ നിലപാടുകൾ, കർത്താവിന് വേണ്ടി നിലപാടുകൾ എടുത്തുയർത്താനും, കർത്താവെ, അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ രക്ഷാനാമം വിളിച്ചു പറയുമ്പോൾ, ഏറ്റുപറഞ്ഞ് സ്തുതിക്കുമ്പോൾ കർത്താവെ ഇടപെടണമേ. അങ്ങ് രക്ഷിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. മരിയനഭിഷേകം കൊണ്ട് പൊതിയണമേ. തീർത്ഥാടനം തീരുന്നതിന് മുമ്പ് തന്നെ പല പല നിയോഗങ്ങളും സംഭവിക്കട്ടെ. ഈ നിമിഷം ദൈവജനം, നാനാജാതി മതസ്ഥർ, വിശ്വാസികൾ എന്ത് മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുകരം പിടിച്ച് ഉറക്കെ പറഞ്ഞ്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം.
ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി പറയാം.